ട്രഷറി നിയന്ത്രണം പിൻവലിച്ച് കരാറുകാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി. സർക്കാർ കരാറുകാരുടെ ലൈസൻസ് പുതുക്കുന്നതിനായി 3 ഇരട്ടിയോളം ഫീസും സെക്യൂരിറ്റിയും വർദ്ധിപ്പിച്ചതും നിരവധി കരാറുകാർ ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ ഇടയാക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ. കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഗവൺമെൻറ് ലൈസൻസ് ഉള്ള കരാറുകാരുടെ സംഘടനയായിട്ടുള്ള ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. ഞാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോജി ജോസഫ്, അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ശ്രീ PV സ്റ്റീഫൻ, നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീ റോയി. കേരളത്തിലെ കരാറുകാർ ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ള ഒരു ബില്ല് പോലും ഞങ്ങൾക്ക് മാറി കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങളെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് 10 ലക്ഷത്തിൽ താഴെയുള്ളതിനും ക്യൂ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയിക്കാണ്. അത് ഏത് സമയത്ത് കിട്ടും എന്നതിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ലാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കരാറുകാരുടെ ലൈസൻസ് A, B, C, D ക്ലാസ്സുകളിലെ ലൈസൻസ് പുതുക്കേണ്ട സമയം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ 3 വർഷമായിരുന്നു. അത് 5 വർഷത്തേക്ക് പുതുക്കി തന്നപ്പോൾ, 5 വർഷമാക്കി നീട്ടി തന്നപ്പോൾ ഞങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 3 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. 2 ലക്ഷം രൂപ എ ക്ലാസ്സുകാരൻ ലൈസൻസ് ഉള്ളത് 6 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് 3 ലക്ഷമായി, 50,000 രൂപ ഉണ്ടായിരുന്നത് 1.5 ലക്ഷമായി. അങ്ങനെ വലിയൊരു തുക വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഈ 2026 ഏകദേശം കേരളത്തിലെ ഒരു 75% കരാറുകാരുടെയും ലൈസൻസ് പുതുക്കേണ്ട സമയമാണ്. അപ്പോഴാണ് നമ്മൾ ചെയ്ത പണിയുടെ പണം കിട്ടാത്തൊരു സാഹചര്യം, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിനൊരു വർഷം കൂടി ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ നാളിതുവരെ അതിനൊരു യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ശോചനീയമായിട്ടുള്ളൊരു കാര്യം. ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു കോൺട്രാക്ടർ A ക്ലാസ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു C ക്ലാസ് എടുത്ത് B ക്ലാസ് എടുത്ത് A ക്ലാസ് എടുക്കുന്ന രീതിയാണ് മുൻകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ A ക്ലാസ് എത്തിയ കരാറുകാരനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് A ക്ലാസ് ലൈസൻസ് ഉള്ള ഒരു കരാറുകാരനാണ് ഞാൻ. എൻ്റെ പറമ്പിൻ്റെ ആധാരവും അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി കിട്ടാവുന്ന പണം സ്വരൂപിച്ച് ഞാൻ വർക്ക് ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പണം നൽകുന്നത്. ഇപ്പോൾ BDS സമ്പ്രദായത്തിൽ ഞങ്ങൾക്കൊരു ലോൺ പോലെ തരുന്ന പണത്തിന് 10% പലിശ മുൻകൂറായി ബാങ്കുകൾക്ക് നൽകിക്കൊണ്ട് ആ പണം സർക്കാർ തരുമ്പോൾ 5.25% പലിശ സർക്കാർ തരും, ബാക്കി 5.25%. അതിൻ്റെ പ്രാക്ടിക്കലാലിറ്റിയിൽ വരുമ്പോൾ ഏകദേശം 7.5% പലിശ കരാറുകാരൻ വീണ്ടും നൽകുകയാണ്. ഈ ലോകത്തെങ്ങും ഇല്ലാത്തൊരു സമ്പ്രദായമാണ്. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങളത് വാങ്ങി വീണ്ടും വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കരാറുകാരൻ്റെ കഴിഞ്ഞ 35 വർഷമായിട്ട് A ക്ലാസ് ഉള്ളൊരു കരാറുകാരന് വീണ്ടും ആ ലൈസൻസ് പുതുക്കുന്നതിന് ഒരു കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് നൽകണം എന്ന് ഒരു കണ്ടീഷൻ കൊണ്ടുവന്നു. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് തരുന്ന ഒരു ലെറ്റർ, ആ ലെറ്ററിലെ വേർഡിങ് ഞാൻ നിങ്ങളൊന്ന് അതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ലെറ്ററാണ് അവർ തരുന്നത്. ഇത് കേരളത്തിലൊരു പ്രമുഖ കോൺട്രാക്ടർക്ക് ഒരു ബാങ്ക് നൽകിയ ലെറ്ററാണ്. ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ടു സ്റ്റേറ്റ് ദാറ്റ് ടു ദി ബെസ്റ്റ് ഓഫ് അവർ നോളജ് ആൻഡ് ഇൻഫർമേഷൻ, കമ്പനിയുടെ പേര്, customer of our bank is respectable and can be treated good up to a sum of ₹1 crore. It is clarified that this information is furnished without any risk and responsibility on our part in any respect whatsoever, more particularly either as guarantor or otherwise. ഈ ലെറ്റർ നൽകുന്നതിന് ബാങ്ക് മേടിച്ച തുകയാണ് 23,600 രൂപ. എന്തിനാണ് സർക്കാർ ഇതുപോലൊരു ലെറ്റർ വാങ്ങി വെക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഞങ്ങൾ പണി ചെയ്തു കൊടുത്ത് 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് നൽകുന്ന പണത്തിനാണ് ഞങ്ങൾ
കടമായി കൊടുക്കുന്ന ഞങ്ങളോട് ഞങ്ങളുടെ കടം കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ചോദിക്കുന്ന പോലെ അതിന് നൽകുന്ന കത്തിന് ഇത്രയും പണം ഞങ്ങളുടെ നിന്ന് വാങ്ങുന്നത്. സർക്കാർ 3 ഇരട്ടി ഫീസാക്കി. ഞങ്ങൾ പരാതിയൊന്നും പറയാൻ പോയില്ല. ആ ഫീസ് കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് വിചാരിക്കാം. ഞങ്ങളുടെ ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചത് കൊണ്ട് സർക്കാരിന് ഒരു ഗുണമില്ല. കാരണം ഒരു വർക്കിൻ്റെ 5% തുക ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് വേറെ നൽകണം. ആ സെക്യൂരിറ്റി നൽകുന്ന വർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടായാൽ ഈ കാലാവധിക്കുള്ളിൽ ആ കംപ്ലൈൻറ്റുകൾ പൂർത്തീകരിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി തുക പിടിച്ചു വയ്ക്കാനും അതല്ലെങ്കിൽ റവന്യൂ റിക്കവറി പോലുള്ള നടപടികൾ സ്വീകരിക്കാനും നിയമമുണ്ട്. അങ്ങനെ ഉള്ള സമയത്ത് ഞങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലുകൾ ഇതുപോലെ ബ്ലോക്കാക്കി പോകുന്ന സമ്പ്രദായത്തെ സർക്കാർ പരിഗണിക്കുന്നില്ല. ഞങ്ങൾ വളരെയധികം ചർച്ചകൾ നടത്തിയെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷമം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് LSTDയിൽ വർക്ക് ചെയ്യുന്ന കരാറുകാർക്ക് നിലവിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല. ഓരോ പഞ്ചായത്തുകളിലും ചെറിയ ചെറിയ പണികളാണെങ്കിലും നമ്പർ ഓഫ് വർക്ക് ഒരുപാട് കൂടുതലാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ കരാറുകാർ പണി പൂർത്തീകരിച്ചാൽ അവർക്ക് ബില്ല് എഴുതി നൽകാൻ പറ്റുന്ന സമ്പ്രദായം ഇപ്പോൾ നിലവിലില്ല. അവരെല്ലാവരും വർക്കിൻ്റെ പിന്നാലെ പോകുന്നു. അടുത്ത വർഷത്തെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങളതിന് സൊല്യൂഷൻ പറഞ്ഞു. ഈ മറ്റുള്ള രീതികൾ അവലംബിക്കുക. പ്രൈസ് സോഫ്റ്റ്വെയറിൽ കോൺട്രാക്ടർക്ക് മെഷർമെൻറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള സമ്പ്രദായവും അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന സമ്പ്രദായമൊക്കെ മാറ്റാവുന്നതാണ്. കാരണം ഇന്ന് പ്രൈസ് സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചെറിയ ചെറിയ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ഈ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റുന്ന സമ്പ്രദായങ്ങളൊക്കെ ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെഷർമെൻറ്റ് എഴുതിയാൽ അതിൻ്റെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് വീണ്ടും എയും AXയും ഇട്ട് പരിശോധിക്കണം. കാരണം അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് മാത്രം പോകേണ്ട ഒരു കാര്യമാണ്. ഇന്ന് റെയിൽവേയിലൊക്കെ നിലവിലുള്ള സമ്പ്രദായം അതാണ്. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തെങ്കിലും യാതൊരു നടപടിയില്ല. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ കരാറുകാർക്ക് സമയത്തിന് നമുക്കിത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ MLA ADS എന്ന് പറയുന്ന വർക്കുകൾ. MLA ADS വർക്ക് എടുക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. കാരണം ഒരു തരത്തിലും അതിൻ്റെ ഫണ്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് MLA ADS ചെയ്ത കരാറുകാരന് പൈസ കിട്ടുന്നില്ല. മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ BDS എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ വർക്ക് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ MLAമാർ ഇപ്പോൾ കോൺട്രാക്ടർമാരെ കാണുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കേണ്ട ഒരു ഗതികേടാണ്. നേരത്തെയുള്ള ഫസ്റ്റ് ഡൺ ഫസ്റ്റ് പെയ്ഡ് എന്നുള്ള സമ്പ്രദായത്തിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകാത്തതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് വർക്കുകൾ വിളിച്ചിട്ടുണ്ട്. ഒരു വർക്ക് പോലും ആരും ഏറ്റെടുത്തിട്ടില്ല. അതിന് കാരണം ഇതിൻ്റെ പേയ്മെൻറ്റിന് വ്യക്തമായിട്ടുള്ള ഒരു സമ്പ്രദായമില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പല ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകളൊന്നും തന്നെ ചർച്ചയായിട്ട് തന്നെ അവസാനിച്ചതല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഞങ്ങൾ ചർച്ചകൾ നടത്തി, സമരം നടത്തി. സമരത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഓരോ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും ഒന്നുപോലും നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള കുറേ തീരുമാനങ്ങളെടുത്ത് ഞങ്ങളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്ന സമ്പ്രദായമാണ്. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ലോക്കൽ മാർക്കറ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അതാത് ജില്ലയിലെ ബിൽഡിങ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. നിലവിൽ നിയമം അനുസരിച്ച് ഓരോ ഐറ്റത്തിൻ്റെയും ലോക്കൽ മാർക്കറ്റ് നിശ്ചയിക്കണമെങ്കിൽ മിനിമം 5 സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഒരു കൊട്ടേഷൻ കളക്ട് ചെയ്യണം. 5 സൈറ്റുകളിൽ പോയി അവിടെയുള്ള തൊഴിലാളികളുടെ കൂലി എത്രയാണ് എന്നുള്ള കാര്യം അവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ഇതൊന്നുമില്ലാതെ ഒരു പ്രഹസനമായിട്ട് ലോക്കൽ മാർക്കറ്റ് റേറ്റ് നിശ്ചയിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യുന്നത് DSR റേറ്റാണ്, ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ആ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ 2023 ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഓൺഗോയിങ് ആണ്. കേരളത്തിൽ 2021 DSR ആണ് ഇപ്പോഴും തുറന്നുകൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇതിന് ടെൻഡർ വിളിക്കും. ആ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റ് റേറ്റുമായിട്ട് കമ്പാരിസൺ നടത്തും. ലോക്കൽ മാർക്കറ്റ് റേറ്റ് ആണോ കുറവ്, അതോ DSR റേറ്റ് ആണോ കുറവ്, അതോ ക്വാർട്ടർ റേറ്റ് ആണോ കുറവ്, ആ കുറവുള്ള റേറ്റിൽ വർക്ക് കൊടുക്കുന്ന രീതിയാണ്. അതല്ല എങ്കിൽ അത് മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ്.
അപ്പോൾ ഇത്തരത്തിൽ ലോക്കൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു പ്രകസന പരിപാടി ഉള്ളതുകൊണ്ട് പല വർക്കുകളും ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് റേറ്റിന് മുതലാവാത്തതുകൊണ്ട് ഇട്ടുകൊണ്ട് പോകേണ്ട സ്ഥിതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയാൽ അതും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊന്നും ഒരു നല്ല രീതിയിലുള്ള നടത്തിപ്പിന് ഉതകുന്ന തീരുമാനങ്ങളല്ല എന്നാണ്. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു സംവിധാനം, ഒരു റേറ്റ്, ഷെഡ്യൂൾ ഓഫ് റേറ്റ് പുതുക്കുന്നതിനും അതിന് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതിനും നിലവിലുണ്ട്. അതുപോലെ തന്നെ ഒരു മാനുവൽ പരിഷ്കരണം നടത്തിയിട്ട് ഇന്നും പൂർത്തിയാകാത്ത 2012 നടപ്പിൽ വരുത്തിയ മാനുവൽ പരിഷ്കരണം ഇന്നും പൂർത്തിയാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇപ്പോഴും ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തി പുതിയ മാനുവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടെന്നാണ് പറയാം. അപ്പം ഇത്തരത്തിൽ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞങ്ങൾ പണികൾ നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല. വിവിധ രീതികളിൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് കരാറുകാരെ പരമാവധി ടൈറ്റാക്കിക്കൊണ്ട് പുതിയ ചില സംവിധാനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേ സൊസൈറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തലപ്പത്തുള്ള സൊസൈറ്റി കൂടാണ്ട് തന്നെ ചെറിയ ചെറിയ സൊസൈറ്റികളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൊസൈറ്റികൾ ഒന്നും തന്നെ ഒരു തൊഴിലാളി പോലും ഈ സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. ഞാനും എൻ്റെ ബന്ധുക്കളും അടങ്ങുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കും. ആ സൊസൈറ്റിക്ക് 10% വേരിയേഷൻ, ഞാൻ 1 കോടി രൂപയുടെ ഒരു വർക്ക് എഴുതുകയാണെങ്കിൽ അതിൽ 1,10,00,000 രൂപ കോട്ട് ചെയ്യുന്ന സൊസൈറ്റിക്ക് വർക്ക് കിട്ടും. ആ സൊസൈറ്റി അത് പുറത്ത് വിൽക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതി. ഒരു സൊസൈറ്റിയിലും തൊഴിലാളി, അതായത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് എങ്കിൽ ആ സൊസൈറ്റിയിൽ ഒരു സ്ഥലത്ത് പോലും ഒരു തൊഴിലാളിയും പണിയെടുക്കുന്നില്ല. അവിടെ മുഴുവൻ പുറത്തുനിന്നുള്ള തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്ന രീതിയാണ്. അതുതന്നെ പല സൊസൈറ്റികളും വർക്ക് വിൽക്കുകയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ പല സ്ഥലത്തും ഇതുപോലെ വർക്ക് വിൽക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും മേടിക്കാൻ ഞങ്ങളുടെ കോൺട്രാക്ട്, കാരണം 10% വ്യത്യാസത്തിന് ഒരിക്കലും ഞങ്ങൾക്കൊരു വർക്ക് എഴുതി കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. അത്രയും ലാഭമുള്ളൊരു തൊഴിലാണെങ്കിൽ ഈ മേഖലയിൽ നിന്ന് കരാറുകാർ കൊഴിഞ്ഞു പോകില്ലായിരുന്നു. ഇന്നിപ്പോൾ കരാറുകാരുടെ ലൈസൻസുകൾ A ക്ലാസ്സിൽ നിന്ന് B ക്ലാസ്സിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. കാരണം വേറെ വർക്ക് കിട്ടാനില്ല, ഇത്രയും ഡെപ്പോസിറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രൈസ് സോഫ്റ്റ്വെയറിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഡീഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് വളരെ സിമ്പിളായിട്ട് 1 മണിക്കൂർ കൊണ്ട് നടത്താവുന്ന ഒരു കാര്യമാണ്. കോൺട്രാക്ടർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൈസിൽ ചെയ്താൽ മതി. ഇപ്പോഴും കഴിഞ്ഞ 6-7 മാസമായിട്ട് ഞങ്ങൾ ഇതിന് കത്തുകൾ കൊടുക്കുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തൊരു നടപടിയില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ പണികൾ നിർത്തിവെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുന്നോടിയായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അതിനൊരു മറുപടി കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെ പണികൾ നിർത്തിവെച്ച് അല്ലെങ്കിൽ ടെൻഡറുകൾ ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റു വിവരങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സംസാരിക്കും. ബഹുമാനപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി വളരെ വിശദമായി പറഞ്ഞു. നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ വികസന സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് ജനശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവരുന്നത് നിങ്ങളെ പോലുള്ള പത്രപ്രവർത്തകരാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുമ്പോൾ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഒരു ദയനീയ അവസ്ഥയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ കരാറുകാർ. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി പറഞ്ഞതുപോലെ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി എന്ന പേരിൽ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം വർക്കുകൾ മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കരാറുകാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം എന്നൊക്കെ പറയുന്നത് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കാലവർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വർക്കുകൾ ചെയ്തു തീർക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ കരാറുകാരൻ്റെ ലൈസൻസ് പുതുക്കേണ്ട ഒരു സമയം ഇതാണ്. ഈ സമയത്താണ് ഈ പറയുന്ന പോലെ നേരത്തെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പറഞ്ഞതുപോലെ അത് പുതുക്കുന്നതിലുള്ള കുറേ പ്രതിസന്ധികൾ കരാറുകാരെ എങ്ങനെ ഒഴിവാക്കാനുള്ള ശ്രമമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ചെറുകിട കരാറുകാരെ ഇല്ലാതാക്കി ഇത് ചില കോർപ്പറേറ്റുകളുടെ കൈകളിലും ചില സൊസൈറ്റിയുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഞങ്ങളെ പിരിച്ചുവിടാനുള്ള തീരുമാനം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. കാരണം ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ മക്കളൊന്നും ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. കാരണം ഞങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം, എങ്ങനെ ഒഴിവാക്കാം, എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഞങ്ങൾ
ഞങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെല്ലാവരും വരെയും എല്ലാവർക്കും കുറ്റം പറയാനുള്ള ഒരു ചണ്ട പോലെയാണ് ഇപ്പോൾ കരാറുകാരൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മാർച്ച് മാസങ്ങളിലാണ് ഞങ്ങൾക്ക് വർക്കുകൾ ചെയ്തു തീർക്കേണ്ട സമയം. ഈ സമയത്ത് ഞങ്ങൾ പ്രധാനമായി നേരിടുന്ന 3 പ്രധാന വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ള പണമാണ്. നമ്മൾ ചെയ്ത വർക്കുകളുടെ പണം 10 ലക്ഷത്തിൽ കവിഞ്ഞാൽ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ട്രഷറിയിൽ നിന്നും മാറി കിട്ടുന്നില്ല. ഈ പൈസ കിട്ടാതെ ഞങ്ങൾക്ക് മറ്റ് വർക്കുകൾ ചെയ്തു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത വർക്കുകളുടെ പേരിൽ ഞങ്ങൾക്കിടെ പേരിൽ പെനാൽറ്റി വരുന്നു, ഞങ്ങളുടെ പേരിൽ നടപടികൾ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം ഞങ്ങളുടെ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനാവശ്യമായ മെറ്റീരിയൽസ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ റബിൾ പോലുള്ള സാധനങ്ങൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കോറി പോലും എറണാകുളം ജില്ലയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികമാണ്, നിങ്ങൾക്കും അറിയാം. കേരളത്തിലുള്ള വണ്ടികൾ കൊണ്ടുവന്നാൽ അത് തടയാനും അതിന് MBI ആക്ട് പ്രകാരം കേസെടുക്കാനും ഒക്കെ ഉണ്ട്. പുറത്തുനിന്ന് വളരെ വിപുലമായ തോതിൽ ചെയിൻ സർവീസ് പോലെ കല്ലുകൾ വരുന്നു. തമിഴ്നാട്ടിൽ നിന്നും മറ്റും വരുന്ന കല്ലുകൾ ഉപയോഗിച്ച് അത് ക്രഷറുകളിൽ നിന്നും വാങ്ങി ഞങ്ങൾ ഈ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഇതിൻ്റെ പണം മുൻപ് കൊടുത്തതിൻ്റെ ഇരട്ടിയിലധികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഈ മെറ്റീരിയൽസിൻ്റെ ദൗർലഭ്യം വളരെ വലിയൊരു പ്രശ്നമാണ്. മൂന്നാമത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ്. മാനേജ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ബില്ലും എല്ലാം എഴുതി വെച്ചാൽ അനാവശ്യമായി വെച്ച് താമസിക്കുന്നു. നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ MLA ADS എന്നൊരു സ്കീമുണ്ട്. MLA ADSൻ്റെ വർക്ക് എടുത്താൽ 1 കൊല്ലം കഴിഞ്ഞാൽ പോലും BDS കിട്ടാവുന്ന ഒരു സാഹചര്യമില്ല. അത് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് പോയി തിരുവനന്തപുരത്ത് കാത്തു കെട്ടി കിടക്കുകയാണ്. അവിടെ ചില സ്വാധീനം ചെലുത്തവർക്ക് ഓവർടേക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഞങ്ങൾ അതിനെതിരെ കേസിന് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഏറ്റെടുത്ത പണികൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഞങ്ങൾ ചെയ്ത വർക്കുകളുടെ പണം കിട്ടണം. അപ്പോൾ കരാറുകാരുടെ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർത്ത് പുതിയ ഏറ്റെടുത്ത പണികൾ നടത്താനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായിട്ട് ഗവൺമെൻറ്റിന് പറയാനുള്ളത്. രണ്ടാമത്, അസംസ്കൃത പദാർത്ഥങ്ങൾ ഇത്തരം റബിൾ മുതലായ മെറ്റീരിയൽസ് കിട്ടാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരണം. ഇവിടെ അനുവദിക്കാവുന്നതാണ്. ഇവിടെ കോറികളൊക്കെ അംഗീകരിക്കാവുന്ന, പരിസ്ഥിതി വകുപ്പിൻ്റെ അംഗീകരിക്കാവുന്ന സ്ഥലങ്ങളിൽ ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്ത് മെറ്റീരിയൽസ് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി തരണം. അതുപോലെ ഞങ്ങളുടെ ലൈസൻസിൻ്റെ, നേരത്തെ ഇദ്ദേഹം വിശദമായി പറഞ്ഞു, ഞങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് എല്ലാം 3 ഇരട്ടിയാക്കി. ഞങ്ങളെ കൊണ്ട് A ക്ലാസ് ചെയ്യാൻ പറ്റാത്ത അവസരം വരുമ്പോൾ ഒരു B ക്ലാസ്സായി ഡീഗ്രേഡ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഇത്തരം ദയനീയമായ 2-3 അപേക്ഷകൾ മാത്രമാണ് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ മുമ്പിൽ നിങ്ങൾ മുഖാന്തരവും നമുക്ക് പൊതുജന ശ്രദ്ധയിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. ഈ കാര്യങ്ങൾക്ക് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്കുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. ഞങ്ങളും അതിൽ ദുഃഖിതരാണ്. കാരണം ഞങ്ങൾക്കും അതിനെതിരെ നടപടി വരും. പക്ഷേ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ പാകത്തൊരു സാഹചര്യമാണ്.